ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നയാളാണ്. അലി നമുക്കൊപ്പമുണ്ട് ടെലിഫോൺ ലൈനിൽ. അലി, ഗുഡ് മോർണിംഗ്. അലി ഇപ്പോൾ ഉള്ളത് ഈ സ്ഥലത്താണോ ഉള്ളത്? അതിൽ ചെറിയൊരു ക്ലാരിഫിക്കേഷന്റെ മിസ്റ്റേക്ക് ഉണ്ട് തോന്നുന്നുണ്ട്. ഞങ്ങൾ സ്ഥലത്തല്ല ഉള്ളത്. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം അതെ 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 അല്ല, സ്ഥലത്തിപ്പോ ആരും ഇല്ലല്ലോ. സ്ഥലത്തിപ്പോ ആരില്ല. ഫയർഫോഴ്സ് നേവിന്റെ ആൾക്കാർ അങ്ങോട്ട് പോകാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് ഇപ്പൊ ഒരു 10 മിനിറ്റ് മുമ്പ് കിട്ടിയ റിപ്പോർട്ട്. അതായത് ഹെലികോപ്റ്റർ ആണോ? ഹെലികോപ്റ്ററിൽ പോകാൻ തയ്യാറെടുക്കുന്നു ബത്തേരിയിൽ നിന്ന്. ഹെലികോപ്റ്ററിൽ പോകാൻ തയ്യാറെടുക്കുന്നു ബത്തേരിയിൽ നിന്ന്. അപ്പൊ മിനിസ്റ്റർ ഇപ്പൊ എന്നോട് പറഞ്ഞിരുന്നു കോഴിക്കോട് നിന്നും ഹെലികോപ്റ്റർ ബത്തേരിയിലേക്ക് എത്തിച്ച് ബത്തേരിയിൽ നിന്ന് കൊണ്ടുപോകാൻ. കാര്യം കൽപ്പറ്റ ഇറങ്ങാൻ പറ്റില്ല, പ്രധാനമന്ത്രി വരുന്നതുകൊണ്ട്. അതുകൊണ്ട് ബത്തേരിയിൽ ഹെലികോപ്റ്റർ ഇറക്കി അങ്ങോട്ട് കൊണ്ടുപോകാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. ഇന്നലെ എപ്പോഴാണ് അലി നിങ്ങളടക്കമുള്ളവരാണോ ഇത് കണ്ടത്? അതെ അതെ, ഞങ്ങളടക്കമുള്ളവർ. ഞങ്ങളിവിടെ 7 മണിക്കാണ് ഞങ്ങൾ ഇവിടുന്ന് ഈ മല ഇറങ്ങിയിട്ട് താഴേക്ക് പോകുന്നത്. ഒരു 9-9:30 മണിക്ക് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. 9:45 ആയപ്പോൾ ഞങ്ങൾ ഈ 4 ബോഡിയും കണ്ടു. 3 ബോഡിയും ഒരു പാർട്സും കണ്ടിട്ടുണ്ടായിരുന്നു. 2 ബോഡിയും 2 പാർട്സും അല്ലേ? 3 ബോഡിയും ഒരു പാർട്സും. 3 ബോഡിയും ഒരു പാർട്സുമാണ് നിങ്ങൾ നേരിട്ട് കണ്ടു? അതെ അതെ അതെ, നേരിട്ട് കണ്ടു. നിങ്ങൾ ആ ദൃശ്യങ്ങൾ എന്തെങ്കിലും എടുത്തിരുന്നോ? വിഷ്വൽസ് എന്തെങ്കിലും എടുത്തിരുന്നോ? ഫോട്ടോസ് ഒക്കെ ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ. ആ ഫോട്ടോ ഒന്ന് അയച്ചു തരുമോ ഞങ്ങൾക്ക്? നമ്മൾ മാസ്ക് ചെയ്താണെങ്കിലും കൊടുക്കാം. കാരണം അത് നമ്മൾ മിനിസ്റ്ററോട് ഇപ്പോൾ പറഞ്ഞിരുന്നു. അലി, ആ പരിസരം കുറച്ച് അപകടകരമായ സ്ഥലമാണെന്ന് തോന്നുന്നു അല്ലേ? വന്യമൃഗങ്ങളൊക്കെ ഉണ്ട്. അതെ അതെ അതെ, നമുക്ക് ഇവിടുന്ന് ഇറങ്ങാനൊക്കെ പഴയമായിരുന്നില്ല. ആദ്യമൊക്കെ പറഞ്ഞാൽ ഫോറസ്റ്റിലൂടെയൊക്കെ താഴേക്ക് ആളുകളൊക്കെ ഇറങ്ങിപ്പോയിരുന്ന സ്ഥലങ്ങളാണ്. ഇപ്പൊ നിലവിൽ അതിൽ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കഷ്ടിച്ച് വഴിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അവിടേക്ക് എത്തുന്നത്. അവിടെയൊക്കെ അങ്ങോട്ട് എത്താൻ തന്നെ 2 മണിക്കൂറിന്റെ മേലെ സമയം പിടിക്കും. തിരിച്ചിങ്ങോട്ട് കയറുകയാണെങ്കിൽ അത് 3-3.5 മണിക്കൂറൊക്കെ സമയം എടുക്കുന്ന ഒരു വഴിയാണ്. ഇന്നലെ അവിടെ എയർലിഫ്റ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടായിരുന്നു. നിങ്ങൾ എങ്ങനെയാ പിന്നെ തിരിച്ചു വന്നത്? നിങ്ങളെ എയർലിഫ്റ്റ് അവിടുന്ന് എയർലിഫ്റ്റ് ചെയ്താ കൊണ്ടുവന്നത്. നിങ്ങളെ എയർലിഫ്റ്റ് മണിക്കായന്. അതെ അതെ അതെ. അപ്പൊ ബോഡി എന്താ കൊണ്ടുവരാൻ പറ്റാഞ്ഞത്? ബോഡി എന്താ കൊണ്ടുവരാൻ പറ്റാത്തതിന് കാരണം ഇപ്പോഴും ആരും ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളോടൊക്കെ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത് ബോഡി ഇവിടുന്ന് എടുക്കാൻ പറ്റാത്തതെന്ന്. അവർക്ക് ആർക്കും അതിന് മറുപടി ഇല്ല. ഞങ്ങൾ ഈ PP കിറ്റ് ഒരു 4 എണ്ണം കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്നലെ 8 പേരുണ്ടായിരുന്നു. ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ആ ബോഡി അവിടുന്ന് എടുത്ത് കൊണ്ടുവരുന്നു. ആ ബോഡിയുടെ അവസ്ഥ എന്താ അലി? ബോഡി ആകെ ജീർണിച്ചതിലുള്ളത്. ഈ ചാർത്തിട്ട് നമുക്ക് അതിലേക്ക് പിന്നെ അതിന്റെ അടുത്തേക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ബോഡി ഉള്ളത്. ഗ്ലൗസും മറ്റു സാനിറ്റൈസർ മാസ്കൊക്കെ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഈ ബോഡി ഇങ്ങനെ ആയതുകൊണ്ട് അത് പിന്നെ എടുക്കണമെങ്കിൽ PP കിറ്റ് നിർബന്ധമാണ്. അല്ലെങ്കിൽ അതിലെ വരും നമ്മളാ തൊടുമ്പോഴൊക്കെ തന്നെ ഈച്ചാളൊക്കെ പാറി നമ്മളെ മേത്തേക്ക് വരും. പിന്നെ നമുക്ക് ഇൻസ്പെക്ഷൻ ഒക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലൊക്കെ ഉണ്ടാവുക. അവിടെ ഈ ഹെലികോപ്റ്ററിനകത്ത് PP കിറ്റ് കൊണ്ടുവരണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നില്ലേ? നേരത്തെ ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അതായത് അതല്ല, ഈ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ അവിടുന്ന് പോകുമ്പോൾ നിങ്ങൾ ആരുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് അലി? ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഫോറസ്റ്റ് ഓഫീസറും പിന്നെ വാർഡ് മെമ്പറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് ഇവിടുന്ന് പോയത്. ഞങ്ങൾ ആ ബോഡി അവിടെ ഐഡന്റിഫൈ ചെയ്ത ശേഷം ഞങ്ങൾ എല്ലാ അധികാരികൾക്കും അതിന്റെ ഫോട്ടോസും പിന്നെ ഫോണിന് നെറ്റ്വർക്ക് കുറവായിരുന്ന സ്ഥലമായിരുന്നു. എന്നാലും ഞങ്ങൾ എല്ലാവർക്കും അതിന്റെ ബന്ധപ്പെട്ടവർക്കൊക്കെ ഞങ്ങൾ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫയർഫോഴ്സ് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൺട്രോൾ റൂമിൽ നിന്ന് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫോറസ്റ്റ് ഓഫീസർ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞങ്ങൾ അവിടെ ബോഡി കണ്ടിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. മീഡിയാസിലൊക്കെ വന്നത് ആ സമയം മുതൽ തന്നെ. അതെ അതെ. അപ്പൊ നമ്മൾ കൊടുത്തിരുന്നു അത്. പക്ഷേ അത് ഒരു സംശയമുള്ളത്, ഇന്നിപ്പോ നേവി എത്തിയാലും ഈ PP കിറ്റ് ഇട്ടുകൊണ്ട് മാത്രമേ അത് എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? തീർച്ചയായും തീർച്ചയായിട്ടും. അല്ലാതെ അതിൽ തൊടാൻ കഴിയില്ല ആർക്കായാലും. ഓക്കെ. നിങ്ങളെ എയർലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെലികോപ്റ്റർ വന്നപ്പോൾ നിങ്ങൾ ആ ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നവരോട് പറഞ്ഞില്ലേ ബോഡി ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. അതായത് ഹെലികോപ്റ്റർ ബോഡി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആദ്യം അവിടെ വന്നിട്ട് 3 കിറ്റും 4 ഗ്ലൗസിന്റെ 4 സെറ്റ് തന്നെ ഞങ്ങൾക്ക്. ബോഡി പാക്ക് ചെയ്ത് വന്നായിരുന്നു. എന്നിട്ട് ബോഡി പാക്ക് ചെയ്ത് വെക്കാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ബോഡി പാക്ക് ചെയ്യാൻ PP കിറ്റ് നിർബന്ധമാന്ന് പറഞ്ഞു. അപ്പൊ അവര് പിന്നെ അതും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതാ. അല്ല, 3 കിറ്റ് നിങ്ങൾക്ക് തന്നിരുന്നോ അലി? PP കിറ്റ് അല്ല, നമ്മൾ ബോഡി പാക്ക് ചെയ്യുന്ന കിറ്റ്, പ്ലാസ്റ്റിക് കിറ്റ് അല്ലേ? അതെ 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 അതെ, അതാ തന്നത്. പിന്നെ അപ്പൊ നമ്മൾ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അവർ തിരിച്ചുപോയി. അപ്പൊ തന്നെ ഞങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു പിന്നെ PP കിറ്റ് നിർബന്ധമാണ്, അല്ലാതെ ബോഡി എടുക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവർ നമ്മളോട് പറഞ്ഞത് നിങ്ങളവിടെ വെയിറ്റ് ചെയ്യൂ, PP കിറ്റ് ഇപ്പൊ പെട്ടെന്ന് എത്തിക്കാന്ന് പറഞ്ഞു. അങ്ങനെ 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും ഈ പിന്നെ നമ്മുടെ ഹെലികോപ്റ്റർ വന്നു. ഹെലികോപ്റ്റർ വന്നപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് PP കിറ്റ് ആയിരിക്കും, ഞങ്ങൾക്കത് എടുക്കാൻ വേണ്ടിയിട്ടില്ല. അവർ വന്നിട്ട് ചോദിക്കുന്നത് ബോഡി നിങ്ങൾ പാക്ക് ചെയ്തില്ലെന്ന് വെച്ചത്. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടാവും. കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതായത് ഹെലികോപ്റ്ററിൽ എത്തിയവർക്ക് നിങ്ങൾ കൊടുത്ത കമ്മ്യൂണിക്കേഷൻ കൊടുത്ത ആൾക്കാർ കൃത്യമായ വിവരം കൊടുത്തിട്ടുണ്ടാവില്ല. കൊടുത്തില്ല. പിന്നെ ഞങ്ങൾ ആൾക്കാരെ ഫോറസ്റ്റ് ഓഫീസറൊക്കെ വിളിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോറസ്റ്റ് ഓഫീസേഴ്സ് എന്താ പറഞ്ഞത്? അവരിപ്പോ പറഞ്ഞത് ഞങ്ങളോട് ഇപ്പൊ PP കിറ്റ് എത്തുന്നാ പറഞ്ഞത്. ഓരോ അധികാരികളൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്, PP കിറ്റ് ഇപ്പൊ എത്തിക്കാന്നാ പറഞ്ഞത്. അപ്പൊ രണ്ടാമത് ഹെലികോപ്റ്റർ വന്നപ്പോൾ ഞങ്ങളെ പ്രതീക്ഷ PP കിറ്റ് ഉണ്ടാവും,
ആ ബോഡികൾ അവിടെ എടുക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ അപ്പൊ നിൽക്കുന്നത്. അവിടെ ഒരു ആശയവിനിമയത്തിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായി, അതാണ് കാര്യം. അതെ 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 അതെ. ഓക്കെ, എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് അയച്ചു നൽകിക്കോളൂ കേട്ടോ അലി. ഓക്കെ, ഞങ്ങളിപ്പോൾ ഇവിടുന്ന് വിളിക്കാം. താങ്ക് യു. അലിയാണ് നമുക്കൊപ്പം ചേർന്നത്. അലി അടക്കമുള്ള സന്നദ്ധ പ്രവർത്തകരാണ് ഇന്നലെ പോയത്. ദീപക്, അതിലിപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി. ഇവർ രക്ഷാപ്രവർത്തകരാരും ഇപ്പോൾ ആ സ്ഥലത്തില്ല. അലി അടക്കമുള്ള രക്ഷാപ്രവർത്തകർ ഇന്നലെ 10 മണിയോടുകൂടിയാണ് ആ ബോഡി കണ്ടെത്തുന്നത്. 3 ബോഡിയും ഒരു പാർട്സും എന്നാണിപ്പോൾ അത് കണ്ട രക്ഷാപ്രവർത്തകൻ അലി പറയുന്നത്. അവർക്ക് PPE കിറ്റ് കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് ആ ബോഡി പാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ PPE കിറ്റ് അവിടെ എത്തിക്കുക ദുഷ്കരമാണ്. ഹെലികോപ്റ്റർ വേണം അത് എത്തിക്കാൻ. പക്ഷേ ഹെലികോപ്റ്റർ ആദ്യം വരുമ്പോൾ ഈ ബോഡി പാക്ക് ചെയ്യാനുള്ള കവർ അവർക്ക് കൊടുത്തിട്ട് പോയി. പക്ഷേ ഇവർക്ക് PPE കിറ്റ് ഇട്ടെങ്കിൽ മാത്രമേ അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റൂ. അതാണ് വിഷയം. അപ്പോൾ ആ ഒരു കുഴപ്പമുണ്ടായിട്ടുണ്ട്. ആ ഒരു ആശയവിനിമയത്തിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. PPE കിറ്റിന് പകരം കൊടുത്തയച്ചത് ബോഡി റാപ്പ് ചെയ്യാനുള്ള കിറ്റാണ്. ഒരുപക്ഷെ അത് തെറ്റിദ്ധരിച്ചതാവാം. എന്തായാലും മൃതദേഹങ്ങൾ അവിടെ 3 ഡെഡ് ബോഡിയും ഒരു ശരീരഭാഗവും കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷേ ആ തെരച്ചിലിനിടയിൽ എന്താ സംഭവിച്ചത് നമുക്കറിയില്ല. ഇന്നിപ്പോൾ മിനിസ്റ്റർ പറഞ്ഞതനുസരിച്ച് രാവിലെ തന്നെ നേവിയുടെ സംഘം അങ്ങോട്ട് പോകുന്നുണ്ട്. 3 ബോഡിയും ഒരു ശരീരഭാഗവും വീണ്ടെടുക്കാൻ വേണ്ടി.